മുർച്ചിമന്തി മിറാഷ് മന്തി കേൾക്കുമ്പോൾ ഒരു കൗതുകയില്ലേ? സംഭവമൊന്നുമില്ല, ഒരു മന്തിയുടെ പേരാണ്. ഇനി എന്താണ്, എങ്ങനെയാണ്, ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ? വാ. സാധാരണ പുറം രാജ്യങ്ങളിലൊക്കെ ഭക്ഷണം നമ്മൾ മലയാളികൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഒന്നാണ് മന്തി. മന്തി നമുക്ക് വികാരമാണ് അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കാൻ എത്തിയിട്ടുള്ളത് അണ്ണൻ മന്തിയും തമ്പി മന്തിയാണ്. നോക്കല്ലേ, മന്തി, ഇത് മിറാഷ് മന്തി, ഇത് കാഫ്. ഇവർ രണ്ടുപേരാണ് ബ്രദേഴ്സ്. ഇത് അണ്ണൻ മന്തി, ഇത് തമ്പി മന്തി. അണ്ണൻ മന്തി ബീട്രൂട്ടിന്റെ റൈസിൽ ചിക്കൻ സ്പിനാച്ചിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് സ്പിനാച്ച് റൈസിൽ ബീട്രൂട്ടിൽ ചിക്കൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് നോർമൽ മന്തിയാണ്, അതിൽ സ്പെഷ്യൽ ചിക്കന്റെ ഒരു ഐറ്റമാണ്. പിന്നെ നമ്മുടെ ഓംലെറ്റ് ഒക്കെ കാണാം. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മൊറാഷ് മന്തിയൊക്കെ ഓൾമോസ്റ്റ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒത്തിരി സ്പൈസി അല്ല. ആ ഒരു സ്പിനാച്ച്, നമ്മുടെ ചീരയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചിക്കൻ ആണ്, ബീട്രൂട്ടിന്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് തമ്പി മന്തിയാണ്, അതായത് മൊറാഷ് മന്തി. ഇത് നമ്മൾ അണ്ണൻ മന്തിയിലേക്കൊന്ന് പോവാണ്. സത്യം പറഞ്ഞാൽ ഇളയവനെക്കാട്ടിലും മൂത്തവനാണ് കുറച്ച് ബെറ്റർ. എന്ന് വെച്ചാൽ അണ്ണൻ തന്നെയാണ് കയറി നിൽക്കുന്നത്. അടിപൊളി. ഇവിടുത്തെ മറ്റൊരു മെയിൻ ഐറ്റം ആണ് കാഫ്. കാഫിൽ നോർമൽ മന്തിയാണ്. നോർമൽ മന്തിയിൽ നമ്മുടെ ചിക്കനൊക്കെ കണ്ടോ, ഒരു ഇംഗ്ലീഷ് ടേസ്റ്റുള്ള ഒരു ചിക്കനാണ്. കാഫാണ് ആക്ച്വലി ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നുണ്ട്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്നിനോടൊന്ന് മെച്ചമായിട്ടാണ് നിൽക്കുന്നത്. കാരണം എങ്ങനെ ടേസ്റ്റ് എടുത്ത് പറയണമെന്ന് അറിയില്ല. മൂന്നിൻ്റെയും ടേസ്റ്റ് വേറെ വേറെയാണ്. എന്തോ ഒരു സ്പെഷ്യൽ സംഭവം എടുത്ത് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് മൂന്നും. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആയത് ഈ അണ്ണൻ മന്തി തന്നെയാട്ടോ. മന്തി മിറാഷ് മന്തി തമ്മിലുള്ള കണക്ഷൻ ഇങ്ങനെ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക. ആളുകൾ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പം ഈ മുർച്ചി മന്തിയും മിറാഷ് മന്തിയും അണ്ണൻ മന്തിയും തമ്പി മന്തിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് അറിയണ്ടേ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ആഡ് ചെയ്യുന്നത് ബീട്രൂട്ട് ഫ്ലേവേർഡ് റൈസും പാലക്ക് ഫ്ലേവേർഡ് ചിക്കനുമാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ മന്തിയാണിത്. ഇതിൻ്റെ ഒരു വേറൊരു ഡിഷും കൂടെ ഉണ്ട്, മൊറാഷ് മന്തി എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ അണ്ണൻ തമ്പി എന്ന് പറഞ്ഞിട്ടൊരു കോംബോ ആണ് ഇത്. പാലക്കിൻ്റെ ഫ്ലേവേർഡാണ് ചിക്കനിൽ ആഡ് ചെയ്തേക്കുന്നത്. ബീട്രൂട്ടിൻ്റെ ഫ്ലേവറിലാണ് റൈസ് മേക്ക് ചെയ്യണത്. വെറൈറ്റി ആണ് പേര് എന്ന് പറയുന്നത്. മൊറാഷ് മുറിച്ചി എന്ന് പറയുന്ന മന്തി എവിടെയും കേട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് നമുക്കൊരു അട്രാക്ഷൻ തോന്നും പെട്ടെന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. കാഫിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കാഫ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അതിലും കൂടുതൽ എൻക്വയറീസ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വേറെ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അറിവുകളുണ്ട്, വേറെ ആൾക്കാർ അത് തേടി വരും. ടേസ്റ്റ് ബേസ് ഓക്കെയാണ്. അത് ഞങ്ങൾക്കൊരു അത്യാവശ്യം ഞങ്ങളുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഡിഷാണ്. എന്തായാലും മന്തികളിലെ രാജാക്കന്മാരുടെ സ്ഥാനം എന്തായാലും ഈ മുർച്ചി മന്തി മിറാഷ് മന്തി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി മന്തി ബ്രദേഴ്സ് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നേരെ കൊച്ചി പനമ്പള്ളിയിലുള്ള ദ സോൾട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി. വീഡിയോ ജേർണലിസ്റ്റ് ഫൈസലിനൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ് ഇൻ റിപ്പോർട്ടർ കൊച്ചി.